നമസ്തേ. വൃന്ദാവൻ ബാലഗോകുലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറ്റുമുക്ക് ശ്രീ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും പള്ളിവേട്ട ആഘോഷത്തെക്കുറിച്ചും നമുക്കൊന്ന് അറിയാം. വീഡിയോ അവസാനം വരെ ഒന്ന് കാണണേ. തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ വടക്ക് കിഴക്കായിട്ടാണ് കുറ്റുമുക്ക് ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഐതിഹ്യമനുസരിച്ച് ഇവിടെ ആരാധിക്കുന്ന വിഗ്രഹത്തിന് 300 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് വിശ്വാസം. ഇവിടെ ആരാധിക്കുന്ന വിഗ്രഹം കിരാതമൂർത്തിയാണ്. അതിശക്തമായ അവതാരമാണ് കിരാതമൂർത്തി. കിരാതമൂർത്തിയുടെ രൂപത്തിലാണ് അർജുനൻ്റെ ഭക്തിയെ പരീക്ഷിച്ചത്. ഒരു വേട്ടക്കാരനായി പ്രത്യക്ഷപ്പെട്ട അർജുനനെ യുദ്ധത്തിൽ വെല്ലുവിളിച്ച് അർജുനനുമായി യുദ്ധം തുടങ്ങി. അങ്ങനെ യുദ്ധത്തിൽ അർജുനൻ്റെ സമർപ്പണത്തിൽ ആകർഷനായ ശിവൻ അർജുനന് പാശുപത അസ്ത്രം നൽകി. ഐതിഹ്യമനുസരിച്ച് ടിപ്പു സുൽത്താൻ്റെ നേതൃത്വത്തിൽ ആക്രമിക്കാൻ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഒരു കൂട്ടം തേനീച്ചകൾ അവരെ പിന്തുടർന്ന് ആക്രമിക്കാൻ തുടങ്ങി. അവരുടെ ശല്യം സഹിക്കവയ്യാതെ അവിടെ നിന്നും ക്ഷേത്രം വിട്ട് ഓടിപ്പോവുകയാണ് ചെയ്തത്. അങ്ങനെ ക്ഷേത്രം പിന്നീട് തിരിച്ചു കിട്ടുകയാണ് ഉണ്ടായത്. ക്ഷേത്രത്തിനെക്കുറിച്ച് ഇങ്ങനെയൊരു ഐതിഹ്യവും ഉണ്ടെന്നാണ് പറയുന്നത്. കുറ്റുമുക്ക് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 1201 ആണ്ട് ഉത്സവം പള്ളിവേട്ട ആഘോഷം കുംഭം 6 ഫെബ്രുവരി 18 കൊടികയറി. കുംഭം 15 ഫെബ്രുവരി 27 ആറോട്ടോടുകൂടി സമാപിക്കുന്നു. ചരിത്രപ്രസിദ്ധമായ പള്ളിവേട്ട മഹോത്സവം കുംഭം 14 ഫെബ്രുവരി 26 പൂർവാധികം ഗംഭീരമായി തന്നെ ആഘോഷിച്ചു. 2026 ഫെബ്രുവരി 23 ഭരണി നാളിൽ 6ാം വിളക്ക് ആണ്. 6ാം വിളക്കിൻ്റെ അന്നാണ് ഉത്സവബലി എഴുന്നള്ളിപ്പ് 1ാം ദിവസം. മാതൃക തൊഴൽ പ്രധാനമാണ്. അന്നത്തെ ദിവസം തൊട്ട് 3 ദിവസം ഉത്സവബലി തൊഴാനായി ഭക്തർക്ക് സാധിക്കും. 2026 ഫെബ്രുവരി 26 വ്യാഴാഴ്ച മകേരി നാളിൽ 9ാം വിളക്ക്. പള്ളിവേട്ട മഹോത്സവവും പള്ളിവേട്ട ആഘോഷത്തിൽ ക്ഷേത്രനടയിൽ പറനിറയ്ക്കൽ ഉണ്ടായിരുന്നു. അമ്പലപ്പുഴ വിജയകുമാറിൻ്റെ സോപാന സംഗീതവും 5 ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ട് സർവശ്രീ പെരുവനം സതീശൻ മാരാരുടെ പ്രമാണത്തിൽ പാഞ്ചാരിമേളം ഉണ്ടായിരുന്നു. ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് വേലവരവ്, കാളകളി എന്നിവ ഉണ്ടായിരുന്നു. വേലവരവ് ആദ്യ ദ്രാവിഡ ഗോത്ര സമൂഹങ്ങളിൽ നിന്നും തലമുറകളായി പകർന്നു വന്ന പ്രാചീന ദ്രാവിഡ നൃത്തം. ദാരികനും കാളിയും കൃഷിഭൂമികളുടെ ഊർവരതയ്ക്കുവേണ്ടി ശ്രീ മഹാദേവ സന്നിധിയിലേക്ക് പരിദേവനങ്ങളുമായി വന്നെത്തുന്നവരുടെ പകർന്നാട്ടം. നാട്യശാസ്ത്രത്തിലെ ഋഷഭക്രീഡിതം എന്ന നടനരീതിയെ അനുസ്മരിപ്പിക്കുന്ന കാളകളി. സർവാഭിഷ്ടിത സിദ്ധിക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനും മംഗല്യ സൗഖ്യത്തിനും വേണ്ടി ഭക്തജനങ്ങൾ ഭക്ത്യാദരപൂർവം കാണിക്ക അർപ്പിച്ച് ക്ഷേത്രനടയിൽ പറനിറയ്ക്കുന്നു. അന്നേ ദിവസം വൈകിട്ട് 7:45 ദേശവലത്ത്. വർഷത്തിലൊരിക്കൽ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് ദേശവലത്തിനായി അലങ്കരിച്ച ക്ഷേത്രനടയിലൂടെ ഗന്ധർവനാൾത്ര വരെ പ്രത്യേക മേളവുമായി 2 ഗജവീരന്മാരുടെ അകമ്പടിയോടെ ഉള്ളൂക്കര ജയറാമിൻ്റെ പുറത്തേറി ഭഗവാൻ ശ്രീ മഹാദേവൻ എഴുന്നള്ളുന്നു. ദേശവലത്തിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. തിടമ്പേറ്റി ദേശവലത്തിനായി പോകുമ്പോൾ ദേവർ പോകുന്ന വഴി ഇടയ്ക്ക് ഓരോ വീടിൻ്റെ പറമ്പിലൂടെയായിരിക്കും പോകുന്നത്. ആ വഴി ഇന്നേ വരെ ആരും അടച്ചിട്ടില്ല. ദേവർ പോകുമ്പോൾ കൂടെ അനേകം ഭക്തജനങ്ങൾ ദേശവലത്തിനായി കൂടെ പോകുന്ന ആ ഒരു കാഴ്ച കുറ്റുമുക്ക് ദേവർക്ക് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ ദേശവലത്ത് പോകുമ്പോൾ ഏത് വഴിയിലൂടെയാണ് പോകുന്നത്, ഇന്നും അതേ വഴി തന്നെയാണ് കുറ്റുമുക്ക് ദേവർ ദേശവലത്തിനായി പോകുന്നത്.
അത് ഒരു അത്യപൂർവമായ കാഴ്ച തന്നെയാണ്. ഗ്രാമം മുഴുവൻ വലം വെച്ചു വരുന്ന ശ്രീ മഹാദേവൻ ഗ്രാമത്തിന് പുറത്ത് വനമാണെന്ന സങ്കല്പത്തിൽ വന്യമൃഗങ്ങളെ വേട്ടയാടുന്ന ചടങ്ങാണ് പള്ളിനായാട്ട്. ഗ്രാമം മനുഷ്യ മനസ്സുകളെ പ്രതിനിധാനം ചെയ്യുന്നുവെങ്കിൽ ആ ബോധമനസ്സിൻ്റെ അതിർത്തികൾക്കപ്പുറത്ത് അബോധമനസ്സിൻ്റെ ആഴങ്ങളിൽ കുടികൊള്ളുന്ന ആസുരിക പ്രവണതകളെ വേട്ടയാടി നശിപ്പിക്കുകയാണ് ദേവൻ ചെയ്യുന്നത്. ഇവിടെ അവകാശിയായ കോങ്ങോത്ത് സതീശൻ പ്രത്യേകം തയ്യാറാക്കിയ പന്നിയെ പൂജകൾക്കു ശേഷം അമ്പെയ്തു വീഴ്ത്തുന്നു. ദേശവലത്തും പള്ളിനായാട്ടും കഴിഞ്ഞ് പരിക്ഷീണനായി വരുന്ന ശ്രീ മഹാദേവൻ ക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപത്തിൽ താന്ത്രിക ക്രിയകളോടെ അലങ്കരിച്ച് പൂജിച്ച ശയ്യാപദ്മത്തിൽ വിശ്രമാർത്ഥം പള്ളിയുറങ്ങുന്നു. വിവിധതരം ധാന്യങ്ങൾ പാലിൽ കഴുകി ഔഷധീശ്വരനായ ചന്ദ്രനെ ആവാഹിച്ച് പൂജിച്ച് 7 ദിവസം മഞ്ഞൾപ്പൊടി ചേർത്ത വെള്ളം കൊണ്ട് 3 നേരവും മന്ത്രപൂർവം നനച്ച മുളപ്പാലികകൾ ധാന്യസമൃദ്ധിയുടെ പ്രതീകമെന്നോണം പള്ളിക്കുറുപ്പിന് ഒരുക്കുന്ന ശയ്യാപദ്മത്തിനു ചുറ്റും അലങ്കരിച്ച് വച്ചിരിക്കും. പള്ളിക്കുറുപ്പ് ദിവസം നിശബ്ദരായി ദേവനെ ധ്യാനിച്ചുകൊണ്ട് ക്ഷേത്ര പരിസരത്ത് ഉറക്കമൊഴിച്ചിരിക്കുന്നത് വലിയ പുണ്യമായി കരുതുന്നു. 2026 ഫെബ്രുവരി 27 വെള്ളിയാഴ്ച തിരുവാതിര നാളിൽ ആറാട്ടാണ്. രാവിലെ 5:30 പള്ളി ഉണർത്തൽ. പശുക്കിടാവിനെയും അഷ്ടമംഗല്യങ്ങളെയും കണി കണ്ടുണരുന്ന ശ്രീ മഹാദേവൻ അഭിഷേകാദിക്രിയകൾക്കും ചെമ്പിൽ ആറാട്ടിനും ശേഷം താന്ത്രിക ക്രിയകളോടെ സർവാലങ്കാരഭൂഷിതനാകുന്നു. തുടർന്ന് തന്ത്രിമുഖ്യൻ പുരാണം വായിക്കുന്നത് ശ്രവിച്ചതിനു ശേഷം തിരികെ ശ്രീകോവിലിലേക്ക് എഴുന്നള്ളുന്നു. ശ്രീ മഹാദേവന് ശ്രീകോവിലിനകത്തുവെച്ച് നടത്തുന്ന അഭിഷേകാദിക്രിയകളും നിത്യനൈമിത്യാദി കർമ്മങ്ങളും ശ്രീകോവിലിന് പുറത്ത് തിരുമുറ്റത്ത് വെച്ച് നടത്തുന്നത് ഭക്തജനങ്ങൾക്ക് നേരിൽ കാണുന്നതിനുള്ള ഒരേയൊരു അവസരമാണിത്. വൈകിട്ട് 4 മണി മുതൽ 7 മണി വരെ വിവിധ ദേശക്കാരുടെ ഉത്സവക്കാഴ്ചകൾ ഉണ്ടായിരിക്കുന്നു. വൈകിട്ട് 6 മണിയോടെ ശ്രീ മഹാദേവൻ്റെ ആറാട്ട് എഴുന്നള്ളിപ്പാണ്. ശ്രീ മഹാദേവൻ്റെ സഹസ്രാര പദ്മത്തിൽ നിന്നും നിർഗളിക്കുന്ന അമൃതത്തിൽ സർവാംഗം ആപ്ലാവനം ചെയ്യുന്ന യോഗ വിഭൂതിയായിട്ടാണ് ആറാട്ട്. ദേവൻ്റെ ആറാട്ടോടൊപ്പം സ്വയം നിമജ്ജനം ചെയ്തും ദേവന് ചാർത്തിയ മഞ്ഞൾ പ്രസാദം കുറിയിട്ടും സർവപാപങ്ങളും ശമിപ്പിച്ച് പുണ്യം നേടുന്നതിന് ഭക്തജനങ്ങൾക്ക് വർഷത്തിലൊരിക്കൽ മാത്രം ലഭിക്കുന്ന അത്യപൂർവമായ മുഹൂർത്തമാണിത്. ആറാട്ടിനു ശേഷം ഭക്തരുടെ വഴിപാടായി 1001 കദനവെടിയും ആറാട്ടിനു ശേഷം ആറാട്ട് കഞ്ഞിയും ഉണ്ടായിരുന്നു. ആറാട്ടിനു ശേഷം 5 ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ട് സർവശ്രീ കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രമാണത്തിൽ പാണ്ഡ്യമേളവും ഉണ്ടായിരുന്നു. അന്നേ ദിവസം രാത്രി 9 മണിക്ക് കൊടിയിറക്കലാണ്. ക്ഷേത്രനടയിൽ തിടമ്പ് ഇറക്കി നീരാഞ്ജനം ഒഴിഞ്ഞ് കൊടിയിലെ ചൈതന്യത്തെ ദേവനിലേക്ക് ആവാഹിച്ച് ശംഖുലികളോടെ കൊടിയിറക്കുന്നു. അങ്ങനെ ഈ വർഷത്തെ ഉത്സവം അതിഗംഭീരമായി തന്നെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത വർഷം ഉത്സവത്തിനായി നമുക്കേവർക്കും കാത്തിരിക്കാം. കുറ്റുമുക്ക് ദേവരുടെ വിശേഷങ്ങളും ഐതിഹ്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമസ്തേ.